ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു കർണാടക സ്റ്റൈൽ ദൊണ്ണെ ബിരിയാണിയാണ്, അതിൻ്റെ കൂടെ ഗ്രില്ലും. അപ്പോൾ എങ്ങനെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം ഒരല്പം എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ ഇവിടെ കിട്ടുന്നത് കോൺ ഓയിലാണ്. ഞാൻ കോൺ ഓയിൽ അല്പം ഒഴിക്കുന്നുണ്ട്. ഒരല്പം ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വന്നതിന് ശേഷം 2-3 ഏലക്ക, ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക്. ഈ സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് സവാള ഇടാം. ഞാൻ ഏകദേശം 4 സവാളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിടുക. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പിടുക. സവാള നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്കിടുക. അത് കഴിഞ്ഞ് നല്ലപോലെ സോട്ട് ചെയ്യുക. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ സോട്ട് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, പുതിനയില, മല്ലിയില എല്ലാം കൂടെ അരച്ച പേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമുണ്ട്, ഈ മല്ലിയിലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ബിരിയാണി മസാല, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മസാലയെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് ചോറൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയും ചിക്കനൊന്ന് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഈ തൈര് ഒഴിക്കുന്നത്. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന 1 കിലോ ചിക്കനാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കാം. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഞാൻ 1 കിലോ അരിയാണ് എടുക്കുന്നത്, ഏകദേശം 4 ഗ്ലാസ് അരി. അതിലേക്ക് 5.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അരിയിടാം. ഏകദേശം 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിലേക്ക് അരിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെക്കാം.
കുക്കർ അടച്ചു ഏകദേശം 15 മിനിറ്റ് മതി ഇത് റെഡിയാകാൻ. അതായത് ഒരു വിസിൽ. ഇനി ഗ്രില്ലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, അതിനുശേഷം മുളക് പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, തൈര് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല പേസ്റ്റ് പരുവത്തിലാക്കുക. ഇതിലേക്ക് വരഞ്ഞു വെച്ച ചിക്കൻ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെക്കുക. ഇത് 8 മണിക്കൂറിന് ശേഷം എടുത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ. നമ്മൾ ഗ്രില്ലിൻ്റെ ഇതെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ട്രേയും ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പം എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ബട്ടർ പേപ്പറിലോട്ട് വീഴും. അതാണെങ്കിൽ നമ്മൾ ഒരു ഗീയോ ബട്ടറോ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഗ്രില്ലിലേക്ക്. അതിനുശേഷം ചിക്കൻ ഓരോന്നായി എടുത്തു വെക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ ഗീ ആണെങ്കിൽ ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇനി ഓവനിലേക്ക് വെക്കാം. ഇത് വന്നിട്ട് 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 40 മിനിറ്റ്സ് എടുക്കും ആദ്യത്തെ മുകളിലത്തെ ഭാഗം ഒന്ന് ഗ്രില്ലായി വരാൻ. ദൊണ്ണ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ചിക്കനൊക്കെ മുകളിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ദൊണ്ണ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ല് ഏകദേശം മേൽ ഭാഗം ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചിടാം. ഇതൊന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഏകദേശം 20 മിനിറ്റ്സ് കൂടെ ഗ്രില്ല് ചെയ്യുക. ഗ്രില്ല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ കുക്കായി ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ട് റെഡി. ഹലോ ഗായ്സ്, ഹായ്. അങ്ങനെ നമ്മുടെ ദൊണ്ണ ബിരിയാണി, നമ്മുടെ ചിക്കൻ ബാർബിക്യൂ ഗ്രിൽ വർക്ക് ഫിനിഷ് ആയിരിക്കുന്നു. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആദ്യം ഇതിൽ കുറച്ച് പീസ് നോക്കാം. ഓക്കെ ബേബി, വെയിറ്റ്. നല്ല സഡൽ ടൈപ്പ് ബിരിയാണിയാണ്. കൂടുതൽ എരിവ് അങ്ങനെ ഒന്നുമില്ല. കറക്റ്റായിട്ട് എല്ലാം മാച്ചായിട്ട് ഉണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യാം ദൊന്നെ ബിരിയാണി. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നടക്കണം. നമുക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ബിരിയാണി. ഇനി അടുത്ത് നമ്മുടെ നിങ്ങൾ ബാർബിക്യൂ നമ്മുടെ ഗ്രില്ല്, ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ അറിയാം ബാർബിക്യൂ നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട്. സോ നമുക്ക് ടേസ്റ്റ് നോക്കാം. മേളെ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റും ആ നല്ല കുറച്ച് മസാല ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ. സൂപ്പറാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.